ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ എല്ലാ ദിവസവും എൻ്റർടൈൻമെൻറ്റ് കോമഡി ഒക്കെയാണ്. പക്ഷേ ഇന്ന് കോമഡി എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. കുറച്ച് നേരം നമുക്കിത് പഠിക്കാം. അപ്പോൾ ഇന്ന് സയൻസിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. സയൻസിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. 6ാം ക്ലാസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനി 7ലേക്കാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് സെല്ലിലെ പാർട്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സെല്ലിലെ പാർട്സും അതിൻ്റെ ഫങ്ഷൻസുമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് സെല്ലിൻ്റെ ഫോട്ടോ നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു അനിമൽ സെല്ലാണ്. ഇതാണൊരു സെല്ല്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണൊരു അനിമൽ സെല്ല്. ഓക്കെ, അപ്പോൾ ഈ അനിമൽ സെല്ലിൽ തന്നെ കുറേ പാർട്സുകളുണ്ട്. ഇതൊരു പാർട്ട്, ഇതൊരു പാർട്സ്, ഇതൊരു പാർട്സ്, ഇതൊരു പാർട്ട്, അല്ല പാർട്സ്, ഇതൊരു പാർട്സ്, അങ്ങനെ കുറേ പാർട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാർട്സൊക്കെ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ സെല്ലിൻ്റെ പ്രധാന പാർട്ടാണിത്. അതായത് മനുഷ്യൻ്റെ ബ്രെയിൻ പോലെ സെല്ലിൻ്റെ പ്രധാന പാർട്ടാണിത്. ഈ പാർട്ടിൻ്റെ പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്നാണ് ഇതിൻ്റെ പേര്. അതിപ്പോൾ എഴുതുന്നില്ല, ന്യൂക്ലിയസ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇനി അതാണ് ഈ സെല്ലിൻ്റെ ബ്രെയിൻ. സെല്ലിൻ്റെ ബ്രെയിൻ ഇതാണ്. ഓക്കെ, ഈ സെല്ലിൻ്റെ ബ്രെയിനാണ് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു എന്താ പറയുക, കുറേ മുറുക്കുകൾ ഇരുന്ന പോലെ, മുറുക്കുകളല്ല പുഴു പോലെയൊക്കെ തോന്നും. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതായത് ആക്സൺ ഇൻട്രാ സെല്ലുലാർ പാത്വേ എന്നാണ് ഇതിൻ്റെ ഫങ്ഷൻ്റെ പേര്. ഇതിൻ്റെ മൊത്തം ഒരു ഇത് ഞാൻ കാണിക്കാം. മൊത്തമായിട്ടുള്ളൊരു ടേബിള്. ഈ ടേബിളിൽ പാർട്സ് ഓഫ് സെൽസും ഉണ്ട്, ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കാണുന്ന സെൽ മെമ്പറൈൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ സെൽ മെമ്പറൈൻ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഇതിങ്ങനെ കവേഴ്സ് ദ സെൽ, സെല്ലിനെ കവർ ചെയ്യുന്നു. ഓക്കെ, അതായത് മറ്റേ ഫോട്ടോയിൽ ജസ്റ്റ് ഞാൻ ആ ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ മറ്റേ ഫോട്ടോ പോലെ തന്നെയാണിത്. ഈ ഫോട്ടോയിൽ ഈ ഭാഗത്തിനെയാണ് സെൽ മെമ്പർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭാഗം, മനസ്സിലായോ? ഈ ഞാൻ റെഡ് കൊണ്ട് വരച്ചേക്കണേ. അതായത് ഒരു വീടുണ്ടെങ്കിൽ വീടിൻ്റെ മതിൽ പോലെ, മനസ്സിലായോ? അപ്പോൾ അതുപോലെയാണ് ഈ കവേഴ്സ് ദ സെല്ലിനെ തേക്കുന്ന സെൽ മെമ്പർ, മനസ്സിലായോ? അതായത് ഒരു വീടിൻ്റെ മതിൽ പോലെ. ഇനി അടുത്തതാണ് സൈറ്റോപ്ലാസം. എന്താണ് സൈറ്റോപ്ലാസം? ഓക്കെ, സൈറ്റോപ്ലാസം എന്താണ്? ഹോൾഡ്സ് ദ സെൽ പാർട്സ് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ഇനി അടുത്തതാണ് ന്യൂക്ലിയസ്. ഇതാണ് ഞാൻ പറഞ്ഞത് ബ്രെയിൻ പോലെയാണ്, സെല്ലിൻ്റെ ബ്രെയിൻ പോലെയാണെന്ന്. അതെന്താ ചെയ്യുന്നത്? കൺട്രോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഇനി അടുത്തതാണ് വാക്യൂൾ. വാക്യൂൾ എന്താണെന്ന് നോക്കാം. വാക്യൂൾ എന്താ? സ്റ്റോർസ് വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്. അടുത്തെന്താ? റൈബോസോം. എന്താണ് റൈബോസോം? റൈബോസോം എന്താ? സിന്തസിസ് പ്രോട്ടീൻ. പിന്നെ അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതെന്താ? ആക്സ് ആൻഡ് ഇൻട്രാ സെല്ലുലാർ പാത്വേ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പുഴു പോലെ ഇരിക്കുന്നത്. ഈ പുഴു പോലെ ഇരിക്കുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് പുഴു പോലെയല്ല, ഇതിനകത്ത് ഇതുണ്ടോ, ഇതുപോലെ ഒരുമാതിരി എന്താ പറയുക, ഒരു വള്ളി പോലെയാണ് കിടക്കുന്നത്. നമുക്ക് തിരിച്ച് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി അടുത്തതാണ് മൈറ്റോകോൺട്രിയൻ. ഇതാണ് മൈറ്റോകോൺട്രിയൻ. മൈറ്റോകോൺട്രിയൻ എന്താണെന്ന് വെച്ചാൽ സിന്തസിസ് എനർജി. മൈറ്റോകോൺട്രിയൻ ചെയ്യണത് സിന്തസിസ് എനർജി. ഓക്കെ, അപ്പോൾ മൊത്തം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു സെല്ലിലുള്ളത്, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്കൊരു സെല്ലിൻ്റെ ഫോട്ടോ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു അനിമൽ സെല്ലിൻ്റെ പിക്ചർ, മനസ്സിലായോ? ഇതാണ് ഒരു അനിമൽ സെല്ലിൻ്റെ പിക്ചർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ഓരോ സാധനങ്ങൾ നോക്കി പഠിക്കാം. അപ്പോൾ വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റോർസ് വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഈ ബബിൾ പോലത്തെ സാധനത്തിലാണ്. വലുതായിട്ട് കാണിക്കാം, സൂം ചെയ്ത് കാണിക്കണം. ഇതാണ് വാക്യൂൾ, ഈ കാണുന്ന സാധനം. അപ്പോൾ ഇതിനെയാണ് വാക്യൂൾ നമ്മൾ പറയാം. ഇനി അടുത്തതാണ് ന്യൂക്ലിയസ് ആണ് ഈ കാണുന്ന സാധനം, മനസ്സിലായോ? ഇതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്.
സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിക്ക് പഠിക്കുന്ന അത്ര ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇതിലും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ സെല്ലിൽ തന്നെ നമ്മൾ പഠിക്കാത്ത ഇനിയും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെൽ മെമ്പറൈൻ കാണിച്ചു തരാം. സെൽ മെമ്പറൈൻ ഞാൻ ആദ്യം കാണിച്ചതാണല്ലോ. ഇതാണ് സെൽ മെമ്പറൈൻ. ഓക്കെ, ഇങ്ങനെ ഇരിക്കും സെൽ മെമ്പറൈൻ. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് വട്ടത്തിൽ വരച്ച് ഒന്നും കൂടെ വേണമെങ്കിൽ കാണിക്കാം. യെസ്, ഇതാണ് സെൽ മെമ്പറൈൻ. ഒരു സെൽ മെമ്പറൈൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ബ്ലാക്ക് ആക്കിയിട്ട് കാര്യമില്ല. ഈ വരച്ചേക്കണതാണ് സെൽ മെമ്പറൈൻ. ഓക്കെ, മനസ്സിലായോ? ഇതാണ് സെൽ മെമ്പറൈൻ. അപ്പോൾ ഇങ്ങനെയാണ് സെൽ മെമ്പറൈൻ ഇരിക്കുക. ഇനി അടുത്തതാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു സാധനമായിട്ടാണ് കണ്ടത്. മനസ്സിലായോ? ഇതുണ്ടോ, ഇതൊരു വട്ടത്തിലുള്ള സാധനം. ഈ ന്യൂക്ലിയസ് ഒരു വട്ടത്തിലുള്ള സാധനം. പിന്നെ സെൽ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെയൊരു വര പോലത്തെ സാധനം. പക്ഷേ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യസ്ത സാധനമാണ്. ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ആൾ ഒരു ജെല്ല് പോലത്തെ സാധനമാണ്. അതായത് ഈ സാധനത്തിനെയൊക്കെ പിടിച്ചു നിർത്തുന്ന സാധനമാണ്. അതായത് ഞാൻ ഈ പിങ്ക് കളറിൽ ഇങ്ങനെ കിടക്കുന്ന സാധനമാണ് സൈറ്റോപ്ലാസം. അതായത് ജസ്റ്റ് ഒരു ക്ലൂവിന് വേണ്ടി കാണിച്ചിട്ട് ഈ വട്ടത്തിൽ വരച്ചിട്ടുണ്ട്. ആ ഭാഗമൊക്കെ സൈറ്റോപ്ലാസാണ്. ഇവിടെ മൊത്തം സൈറ്റോപ്ലാസാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. ഈ ഭാഗം സൈറ്റോപ്ലാസ, ഈ ഭാഗം സൈറ്റോപ്ലാസ, ഈ ഭാഗം സൈറ്റോപ്ലാസ, ഇത് പിന്നെ ഈ ഭാഗം സൈറ്റോപ്ലാസ. അങ്ങനെ ഈ കറുത്ത് ജെല്ല് പോലെ ഇരിക്കുന്നത് മൊത്തം സൈറ്റോപ്ലാസം. മനസ്സിലായോ? ഇനി അടുത്തതാണ് റൈബോസം. ഓക്കെ, റൈബോസം എന്തായിരുന്നു? സിന്തസിസ് എനർജി അല്ലേ? സിന്തസിസ് പ്രോട്ടീനാണ്. അപ്പോൾ സിന്തസിസ് പ്രോട്ടീൻ ചെയ്യുന്നത് ഈ ഒരു റൈബോസം എന്ന് പറഞ്ഞ സൂത്രക്കാരനാണ് ഈ റൈബോസം. മനസ്സിലായോ? അപ്പോൾ റൈബോസോമാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യണത്. പിന്നെ അടുത്തതാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയൻ. ഈ മൈറ്റോകോൺഡ്രിയൻ എന്ന് പറയുന്നത് ചെയ്യണതെന്ന് പറഞ്ഞാൽ സിന്തസിസ് എനർജിയാണ്. എനർജി സിന്തസിസ് ചെയ്യുന്ന ഒരു സാധനം മൈറ്റോകോൺഡ്രിയൻ ആണ്. ന്യൂക്ലിയസ് കഴിഞ്ഞാൽ അടുത്ത മെയിൻ പാർട്ടാണ് മൈറ്റോകോൺഡ്രിയൻ. ഇനി അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അത് പറഞ്ഞു. പിന്നെ ന്യൂക്ലിയസ്, വാക്യൂൾ. അപ്പോൾ ഇത്രയാണ് ഒരു സെൽ മെമ്പറൈനിലുള്ളത്, അനിമൽ സെല്ലിലുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഒരു പ്ലാന്റ് സെല്ല് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു പ്ലാന്റ് സെല്ല്. ഈ പ്ലാന്റ് സെല്ല് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് കൂടാതെ 2 സാധനം കൂടുതലുണ്ട്. കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല, ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ സാധാരണ മനസ്സിലാവും. ഈ ക്ലോറോപ്ലാസ്റ്റും സെൽ വാളുമാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഏതൊക്കെയാ? ഈ ക്ലോറോപ്ലാസ്റ്റും സെൽ വാളും, ഇവന്മാർ രണ്ടുമാണ് കൂടുതലായിട്ട് വന്നത്. മനസ്സിലായോ? ഓക്കെ, ഇവന്മാർ രണ്ടുമാണ് കൂടുതലായിട്ടുള്ളത്. ബാക്കിയെല്ലാം മറ്റേ അതിനകത്തുള്ള പോലെ തന്നെയുണ്ട്. സെൽ മെമ്പറൈൻ ഉണ്ട്, പിന്നെ റൈബോസോം ഉണ്ട്, മൈറ്റോകോൺഡ്രിയൻ ഉണ്ട്, പിന്നെ എന്താ പറയുക, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, എല്ലാം ഉണ്ട്, വാക്യൂള്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇവന്മാർ രണ്ടുമാണ് കൂടുതലായിട്ടുള്ളത്. കൺസിഡർ ഇവന്മാർ രണ്ടും, ക്ലോറോപ്ലാസ്റ്റും സെൽവാളും. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പ്ലാന്റ് സെല്ലിൽ കൂടുതലായിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ന്യൂക്ലിയസ് ഒരു ബ്രെയിൻ പോലെയാണെന്ന്, അതിൻ്റെയാണ് ഇത്. ന്യൂക്ലിയസ് ഈസ് ആൻ ഇമ്പോർട്ടൻസ് സെൽ ഓർഗനല്ലേ. ഓക്കെ, ഞാൻ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ, ന്യൂക്ലിയസ് is an important cell organelle inside the cell. Vacuole, ribosome, endoplasmic reticulum, mitochondrion, chloroplast, etc. seen in the cytoplasm are other cell organelles. The nucleus is an important cell organelle inside the cell. അതായത് സെല്ല് ഒരു ബ്രെയിൻ പോലെയാണ് ന്യൂക്ലിയസ്.
പിന്നെ വാക്യൂള്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയൻ, ക്ലോറോപ്ലാസ്റ്റ് എക്സെട്ര സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ആർ അതർ സെൽ ഓർഗനൽസ്. ഈ പറയുന്ന വാക്യൂള്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയൻ, ക്ലോറോപ്ലാസ്റ്റ് ഇതൊക്കെ അടുത്ത വേറെ എന്താ സെൽ ഓർഗനൽസ് ആണ്. ഇനി അടുത്തതാണ് പാർട്സ്, അതായത് മറ്റേ അനിമൽ സെൽസിൽ കൂടുതലുള്ള 2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിൻ്റെ ഫങ്ഷൻ നമ്പർ പ്രൊട്ടക്ട്സ് ദ സെൽ ഓക്കെ, പ്രൊട്ടക്ട്സ് ദ സെൽ, ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ചെയ്യണതാണ് ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് ചെയ്യണത്. ഇനി സെൽ വാൾ ചെയ്യുന്നത് പ്രൊട്ടക്ട്സ് ദ സെൽ. ഇത് രണ്ടുമാണ് മറ്റേ അനിമൽ സെല്ല് ചെയ്യണത്. പിന്നെ ഇതാ മറ്റേ സെല്ലിലെ മൊത്തം പാർട്സ് ഇതാണ്, അതായത് പാർട്സും സെൽസും അല്ല ഫങ്ഷൻസും. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇത്രേ ഉള്ളൂ ക്ലാസ്. ഇതാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട 2 കാര്യമേ ഉള്ളൂ. പ്ലാന്റ് സെല്ലിലുള്ള അനിമൽ സെല്ലിനേക്കാളും ക്ലോറോപ്ലാസ്റ്റും സെൽവാളും മാത്രമാണ് പ്ലാന്റ് സെല്ലിലുള്ളൂ. അനിമൽ സെല്ലിൽ പക്ഷേ ക്ലോറോപ്ലാസ്റ്റും മറ്റേ സെൽവാളും ഇല്ല. അതിന് പകരം സെൽ മെമ്പറൈനാണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനകത്ത് സെൽ മെമ്പറൈൻ ഉണ്ടോയെന്ന്. അപ്പോൾ സെൽ മെമ്പറൈൻ ഉണ്ട്, അത് ഇവിടെ എഴുതിയിട്ടുണ്ടേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സെൽ മെമ്പറൈൻ ഉണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് സെൽ മെമ്പറൈന് പകരം സെൽവാൾ വന്നേക്കുന്നത് വിചാരിക്കരുത്. ഇതിനകത്തും സെൽ മെമ്പറൈൻ ഉണ്ട്, ഇതിനകത്തും സെൽ മെമ്പറൈൻ ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്ലാസ്. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇത് മൊത്തം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ട് അടുത്തൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ നേരെ കമൻറ്റ് ബോക്സിൽ പോവുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പഠിപ്പിക്കൽ? കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നെക്സ്റ്റ് എടുക്കണം. ബൈ. അല്ല, അങ്ങനെ വെറുതെ പോയാൽ എന്താ ചെയ്യുക? ഇത്രയും നന്നായിട്ട് പഠിപ്പിച്ച എനിക്ക് ഒരു ലൈക്ക് പോലും തരാതെ പോരുത്. ഒന്ന് പോയി ലൈക്ക് ചെയ്യണം. ചുമ്മാ ഒരു കോമഡി ഉദ്ദേശിച്ചാട്ടോ, നിങ്ങളുടെ ദേഷ്യമൊന്നും വിടില്ല. അപ്പോൾ എല്ലാവരും പോവുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എടുക്കണം. ബൈ.